ഒരു താൽക്കാലികമായ ഒരു വെടിനിർത്തൽ ഉണ്ടാവുമ്പോൾ വളരെ ആശ്വാസമുള്ളത് GCC രാജ്യങ്ങൾക്കാണ്. പ്രധാനമായും അവിടെ നിന്നുള്ള ആക്രമണങ്ങൾ നിലയ്ക്കുകയും അതൊരു സ്വൈര്യ സമാധാന ജീവിതത്തിലേക്ക് പോകാൻ കഴിയുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വീണ്ടും ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഇനി മുന്നോട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ഈ ചർച്ചകളിൽ ഗൾഫ് രാജ്യങ്ങളുടെ പങ്കെന്തായിരിക്കും? ജിൽസി, ഒരു പക്ഷേ പശ്ചിമേഷ്യയുടെ ചിത്രം തന്നെ മാറ്റിയ ഒരു യുദ്ധമാണ് ഈ ഇറാനിൽ നടന്ന 39 ദിവസമായി നടന്ന യുദ്ധം. കാരണം മൊത്തം രാഷ്ട്രീയ സമവാക്യങ്ങളടക്കം മാറുവാൻ ഭാവിയിൽ ഇത് കാരണമാകും. ഈ യുദ്ധത്തിൽ ഇറാൻ തുടക്കം മുതലേ ഒറ്റക്കായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് ഇറാന്റെ ലബനാനിലുള്ള ഹിസ്ബുല്ലയോ അല്ലെങ്കിൽ ഹൂത്തിൽ ഉൾപ്പെടുന്ന സഖ്യകക്ഷികളോ മാത്രമല്ല, റഷ്യയും ചൈനയും തുടക്കം മുതൽ ഇറാന് പിറകിൽ നിന്ന ഒരു യുദ്ധം കൂടിയാണിത്. ആ നിലക്കാണ് ഇറാൻ ഇത്രയധികം സമയം കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറിക്കൊണ്ട് ആക്രമണങ്ങൾ നടത്തുവാൻ കഴിഞ്ഞത്. ഇന്നലെ പുറത്തു വന്ന US മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെയുള്ള ഇസ്രായേലിനകത്തും USന്റെ കൃത്യമായ ബേസുകൾ ഉൾപ്പെടെയുള്ള സാറ്റലൈറ്റിന്റെ കൃത്യമായ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ലൊക്കേഷനുകളും അടക്കം ആക്രമണത്തിനായി ഇറാന് റഷ്യ കൈമാറിയതായുള്ള റിപ്പോർട്ടുകളുണ്ട്. ഈ ഒരു പശ്ചാത്തലം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ഗൾഫ് രാജ്യങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗൾഫ് മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മേഖലയിലെ ഏറ്റവും വരെ സ്വൈര്യമായിട്ട് നിൽക്കുവാൻ സാധിച്ചു എന്നവർ അവകാശപ്പെട്ടിരുന്നത് US ബേസുകൾ, അതായത് മേഖലയിലുള്ള USന്റെ സൈനിക സാന്നിധ്യമായിരുന്നു. അത് അപ്പാടെ പൊളിഞ്ഞു വീഴുന്നതാണ് ഈ യുദ്ധത്തിൽ കണ്ടത്. ഓരോ ദിവസവും ഗൾഫ് രാജ്യങ്ങൾ ആക്രമണം ഏറ്റുവാങ്ങേണ്ട സാഹചര്യമുണ്ടായി. അത് കൃത്യമായി ഡിഫെൻഡ് ചെയ്യാൻ പോലും USന് സാധിക്കാത്ത സ്ഥിതിവിശേഷമുണ്ടായി. ആദ്യത്തെ 2 ആഴ്ച കൃത്യമായും ഗൾഫ് ബേസുകളിൽ നടന്ന ആക്രമണം വഴി ഓരോ ഗൾഫ് രാജ്യങ്ങളുടെയും സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ഇതോടുകൂടി US-ഉമായുള്ള പല ധാരണകളിലേക്കും അല്ലെങ്കിൽ കൂടുതൽ പ്രശ്ന സങ്കീർണമാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ പോകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ യുദ്ധത്തിന്റെ ഇന്നത്തെ ചിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ പുലർച്ചെ വരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യാപകമായ തോതിൽ ആക്രമണം നടന്നിട്ടുണ്ട്. UAE-യിലേക്ക്, ഖത്തറിലേക്ക്, ബഹ്റൈനിലേക്ക്, കുവൈത്തിലേക്ക്, സൗദി അറേബ്യയിലേക്ക് എന്ന് വെച്ചാൽ GCC രാജ്യങ്ങളിൽ ഒമാൻ ഒഴികെയുള്ള മുഴുവൻ രാജ്യങ്ങളിലേക്കും ഇന്ന് പുലർച്ചെ വരെ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ യുദ്ധം തുടങ്ങി 39 ദിനമാകുമ്പോൾ പോലും തുടക്കം മുതലുള്ള ആക്രമണം അതേപടി നിലനിർത്തുവാൻ ഇറാൻ കൃത്യമായും സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സമ്മർദ്ദം വലിയ തോതിൽ ട്രംപിന് മുകളിൽ വന്നിട്ടുണ്ട്. അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത് യഥാർത്ഥ വസ്തുത തന്നെയാണ്. അങ്ങനെയാണ് ഒരു വെടിനിർത്തലിലേക്ക് എത്തിയത് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ലോകത്തിന് മുന്നിൽ ആരാണ് പരാജയപ്പെട്ടത്, ആരാണ് വിജയിച്ചത് എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായെങ്കിലും ഒരു സമാധാന ചർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. ഇപ്പോൾ